ഓരോ ഫാസ്റ്റ് ഫുഡ് ചെയിനിലെ ഫുൾ മെനു കംപ്ലീറ്റ് ചെയ്താൽ 10,000 രൂപ. പകുതിയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ 5,000 രൂപ. നിങ്ങൾ പകുതി പോലും കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ 2,000 രൂപ എനിക്ക് തരും. വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോക്കകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പോകണം. അപ്പോൾ ഓൾറെഡി ഞാൻ സെക്കൻഡ് ക്യാമറമാൻക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്യാമറ ഇന്നലെ തൊട്ട് എന്താ അറിയത്തില്ല, അവനെ പൊടി പോലും കിട്ടുന്നില്ല അവൻ്റെ. അപ്പോൾ 2:30ക്കാണ് അവൻ്റെ വീട്ടിൽ പോകേണ്ടത്. ഇപ്പോൾ 1:30 ഞാനിപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കുക. ഇതിപ്പോൾ 1 കിലോ 3/4 കിലോ ബീഫ് ഉണ്ട്. ഇത് ഫുള്ള് ഞാൻ ഇപ്പോൾ കഴിക്കും. കുറച്ച് പേരൊക്കെ ഇവിടെ എൻ്റെ പുറകെ നടക്കുക ഈ ഫുഡിന് വേണ്ടി. ഞാനിപ്പോൾ ഇറങ്ങാൻ പോവുക. എന്തായാലും ഞാൻ ഈ ഡ്രസ്സ് മാറി എൻ്റെ മേടിച്ച ഷർട്ട് തന്നെ ഇടാം. ഒരേ ഒരു ഷർട്ട് റിട്ടേൺ ചെയ്യാത്തേ ഉള്ളൂ. അപ്പോൾ ഇതാണത്. അപ്പോൾ ഇതും പിന്നെ ഒരു വെള്ള പാൻറ്റും ഇടാം. ഈ കടയിൽ ഇന്നലെ മറ്റവന്മാർ തന്നത്. ഇതിന് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ കൈ കയറാൻ ഒടുക്കത്തെ ബുദ്ധിമുട്ടാണ്. കൈ നിറക്കാൻ അതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് കൈ കിടക്കുമ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല. മറ്റേ മൗസ് കിടന്നിടിക്കുന്നു. മൗസിലല്ല ടേബിളിൽ കിടന്നിടിക്കുന്നു. എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വല്ലപ്പോഴൊക്കെ എടുത്തിട്ടാണ്. ഇതെന്ന് വെച്ചാൽ ഈസിലി കയറ്റി ഇറക്കം ചെയ്യാറ് കുറച്ചുകൂടി മെച്ചമായിരുന്നത്. എപ്പോഴും കയറ്റി ഇറക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങാം കേട്ടാ. ഞാൻ പുതിയ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അമ്മ എല്ലാവരും തുണിയിട്ട് വെച്ചിരിക്കും. ഞാൻ ഇങ്ങനെ ബൈക്ക് ഇറക്കി വിടുന്നു. ഞാൻ ലൊക്കേഷനിൽ വീഡിയോ എടുക്കാൻ എത്തി കേട്ടോ. പക്ഷേ ഇതിപ്പം കുറേ നാളായിട്ട് വന്ന കണക്ക്. എൻ്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ജോലി ഇപ്പോൾ വലുതായിട്ട് ശീലമില്ലാതായ കണക്ക് ഒരു ഫീൽ ഉണ്ടിരിക്കും. അതുപോലെ പെട്ടെന്ന് ചെയ്ത് തീർക്കട്ടെ. ഇപ്പം എന്തായാലും മഴ പെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇത് ആരെങ്കിലും തപ്പണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് വന്നേ. ഞാൻ എന്തായാലും ഒരു ഫാസ്റ്റ് ഫുഡ് ചാലഞ്ച് നടത്താൻ പോവാണ്. അപ്പോൾ നമുക്ക് ഓരോ ഫാസ്റ്റ് ഫുഡ് ഓരോ വീഡിയോക്കകത്തും അടുപ്പിച്ച് ചെയ്യത്തില്ല. എപ്പോഴൊക്കെ ഞാൻ ഫാസ്റ്റ് ഫുഡിൻ്റെ വീഡിയോ ചെയ്യും. അപ്പോൾ ഓരോ ഫാസ്റ്റ് ഫുഡ് ചെയിനിലെ ഫുൾ മെനു കംപ്ലീറ്റ് ചെയ്താൽ 10,000 രൂപ. പകുതിയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ 5,000 രൂപ. നിങ്ങൾ പകുതി പോലും കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ 2,000 രൂപ എനിക്ക് തരും. അങ്ങനെ നമ്മൾ ഓരോ ഫാസ്റ്റ് ഫുഡ് പിടിക്കാൻ പോകും. ഇന്ന് നമുക്ക് KFC വെച്ച് തുടങ്ങാം. പേരെന്താ? ആഷിഖ്. കാശി. ഞാൻ പേടിച്ച് സംസാരിക്കുന്ന ഒരു ചാലഞ്ച് വന്നു. എന്നെ കൊണ്ട് പറ്റുമായിരിക്കും. ബുദ്ധിമുട്ടാണ് ഒരു KFCയുടെ ഫുൾ മെനു തിന്നാൻ. ഇല്ലല്ലോ തോന്നിയായിരിക്കും. അവിടെ ഒരു ട്വിസ്റ്റ്. നിങ്ങൾ എനിക്ക് 2,000 രൂപ തരേണ്ടി വരും. എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും. ഇപ്രാവശ്യം ഏറ്റവും കിടിലൻ പയ്യനാണ് എനിക്ക് വേണ്ടത്. പയ്യത്തിയായിരുന്നാലും കുഴപ്പമില്ല. വീഡിയോ വരുന്നതാ? സബ്സ്ക്രൈബറാണ്. കണ്ടത് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്താണ് പുറകെ നടന്നു വരും കേട്ടോ. എനിക്ക് പരിചയം പോലും ഇല്ല. ബ്രോയുടെ പേര്? സബ്സ്ക്രൈബറാണെന്ന് കാണിച്ച്. സബ്സ്ക്രൈബറാണ്. ഫുഡ് കഴിക്കാൻ എങ്ങനെയാ? ഫുഡ് എന്താണ് ഇങ്ങനെ പറയരുത്. ശരിയല്ല ചേട്ടാ. നമുക്കിനി സബ്സ്ക്രൈബർ ഒറ്റടിക്ക് കിട്ടി. നമുക്കിനി ആരെങ്കിലും സബ്സ്ക്രൈബർ ആയിരിക്കണം. പക്ഷേ വീഡിയോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം വേണം. എനിക്കൊരു ചേട്ടനെ കിട്ടി. ചേട്ടൻ എല്ലാം കഴിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പൊ കഴിച്ചില്ലെങ്കിൽ 2,000 ഇങ്ങോട്ട് തരാമെന്നും പറയുന്നത്. എന്നാൽ നമുക്ക് പോയി കാണാം. ഞാൻ KFCയിലോട്ട് പോവാം. 1 മണിക്കൂറിലെ കഠിനാധ്വാനത്തിന് ശേഷം ഞാനല്ല എൻ്റെ കൂടെ വന്നത് വഴി വെച്ച് ചാലഞ്ച് ഏറ്റെടുത്ത ആള് എന്ത് തീറ്റിയായിരുന്നു എനിക്ക് വൈകി. ഏകദേശം ഇപ്പോൾ എത്ര നിന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആ ടേബിളിൽ കണ്ട. അല്ല അത് മാത്രമല്ല, അത് അവർക്ക് നിങ്ങൾ കുറവാണെന്ന്. ഈ ടേബിളിൽ ഇരിക്കുന്നതൊക്കെ ഞങ്ങളുടെ തന്നെ ഫുള്ളും കഴിച്ചു. വീഡിയോ നിങ്ങൾക്ക് വീഡിയോക്കകത്ത് കാണാം. ഇപ്പം എന്തായാലും ഞാൻ KFCയിൽ കുറച്ച് നേരം ഇരിക്കാനുണ്ട്. അപ്പോൾ KFCയിൽ ഇറങ്ങുക കേട്ടോ. ഇവിടുന്ന് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ എന്തായാലും പല വെള്ളം മേടിച്ച് വഴിയിൽ നിന്ന് കുടിച്ചിട്ട് പിന്നെ വീട്ടിലോട്ട് പോട്ടെ. പിന്നെ ഇവരെ ക്യാമറമാൻ ഡ്രോപ്പ് ചെയ്യണം. അച്ഛൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇപ്പോഴും വീട്ടിൽ തന്നെ നിൽക്കുക. എനിക്കിപ്പോൾ ജിമ്മിലും പോകാനുണ്ട്, ഇറച്ചി മേടിക്കാനുണ്ട്. ഇറച്ചി മേടിച്ച് ജിമ്മിൽ പോകണം. ലേറ്റ് ഓടുക. വ്ളോഗ് എഡിറ്റ് ചെയ്യാനുണ്ട്. ഇന്ന് മറ്റേ വീഡിയോ എടുത്ത് ലേറ്റ് ആകുക. ഇറച്ചി മേടിക്കുന്നത് ഇറച്ചിയുടെ അടച്ചിടക്കുക. ഞാൻ എന്തുവാ ഞാൻ ഇറച്ചി മേടിക്കാൻ വന്നതാണ്. ഇറച്ചി അടച്ചിടക്കുക. ഞാൻ ചിക്കൻ നിന്നിട്ട് 2 കിലോ കുറച്ചെന്ന് തോന്നുന്നു. എനിക്ക് 4 ദിവസം അടുപ്പിച്ച് ചിക്കൻ കഴിച്ചപ്പോൾ എനിക്ക് സമയമില്ല. രാവിലെ എഴുന്നേക്കാൻ പറ്റാറില്ല. ഞാൻ ഉച്ചയൊക്കെ ആയിട്ട് എഴുന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ചിക്കൻ മേടിക്കാൻ വന്നേ. ചിക്കൻ അല്ല, ബീഫ് മേടിക്കാൻ വന്നേ. അടച്ച്. നീ വീടെവിടെ? എൻ്റെ വ്ളോഗ് കാണോ? എൻ്റെ വ്ളോഗ്സ് കാണുന്നുണ്ടോ? എനിക്ക് പോയി 2 കിലോൻ്റെ കണ്ട് കുറഞ്ഞു കേട്ടോ. കഴിഞ്ഞ 4 ദിവസം ചിക്കൻ കഴിച്ചപ്പോൾ. ഇനി നല്ല ബീഫ് അടച്ചിടക്കുന്ന വീട്ടിൽ പോകാം. നാളെ രാവിലെ എന്തായാലും ഞാൻ എഴുന്നേക്കത്തില്ല. വീട്ടിൽ പോയപ്പോ നിനക്ക് ഫുഡ് കിട്ടിയില്ല. മിണ്ടായിരുന്നാ നീ അവളുടെ മുള്ളുന്നുള്ള നിന്നെ പുറത്താക്കിയിരിക്കുന്നത്. നമ്മ പറയുമ്പോ എന്നെയും പുറത്താക്കിയിരിക്കുക. ഫുൾ ലേറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ബോയ്സ് ആൻഡ് ഗേൾസ്. ജിമ്മിൽ പോയി വന്ന് കുളിച്ച് പിന്നെ എഡിറ്റ് ചെയ്ത് ഓക്കെ കം ഓൺ അർജുൻ എംപി ഹ്യൂമൻ ഫ്ലാഗ് പുഷ്. ഇന്ന് ഞാൻ ലെഗ് ഡേ ആയിരുന്നു, ചെയ്തില്ല.
ഞാൻ ജസ്റ്റ് കോർ എക്സസൈസ് ചെയ്തിട്ട് വന്നു. എനിക്ക് മറ്റേ ആ ഫ്രണ്ട് ലെവർ ചെയ്യണ്ടായിരുന്നു. ഫ്രണ്ട് ലെവറിന് വേണ്ടി ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യും. എനിക്ക് ബോഡി വെയിറ്റ് കൂടുതലാണ്, അതുകൊണ്ട് എനിക്ക് ഈ എക്സസൈസ് ഒക്കെ ഈ ഫ്രണ്ട് ലെവർ ഇതൊക്കെ കൊടുക്കാത്ത ഡിഫിക്കൽട്ട്. അമ്മ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് 10 മുട്ട ചെക്കിയതും അവിടെ ഇന്നത്തെ ബാക്കിയുള്ള ബീഫും. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് തീർക്കട്ടെ മോനെ, എനിക്ക് ഉറക്കം വന്നിട്ട് വരാം.